ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. കാരവൻ മാഗസിനിലെ ലേഖനം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് സഭയിൽ സംസാരിക്കാൻ അവസരം നിഷേധിച്ചു. സെക്രട്ടറി ജനറലിന്റെ മേശപ്പുറത്ത് കയറിയും ചെയറിന് നേരെ പേപ്പർ കീറിയെറിഞ്ഞും പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചു. പ്രതിഷേധത്തിന്റെ പേരിൽ ഡീൻ കുര്യാക്കോസും ഹൈബി ഈഡനും ഉൾപ്പെടെ 8 അംഗങ്ങളെ സമ്മേളന കാലയളവിലേക്ക് സസ്പെൻഡ് ചെയ്തു. ഇന്ത്യ ചൈന സംഘർഷം സംബന്ധിച്ച ജനറൽ MM നർവാനിയുടെ പുസ്തകം സംബന്ധിച്ചുള്ള കാരവൻ മാസികയിലെ ലേഖനത്തിന്റെ പകർപ്പ് സ്പീക്കറുടെ അനുമതിക്കായി സമർപ്പിച്ച ശേഷമാണ് രാഹുൽ ഗാന്ധി ഇന്ന് സംസാരിക്കാൻ ആരംഭിച്ചത്. എന്നാൽ സ്പീക്കർ കഴിഞ്ഞ ദിവസം റൂളിംഗ് നൽകിയ വിഷയം വീണ്ടും ഉന്നയിക്കരുതെന്ന തടസ്സവാദവുമായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു രംഗത്ത് വന്നു. Please continue with your speech. We are waiting, but please avoid referring to a matter which has been settled. രാഷ്ട്രപതിയുടെ പ്രസംഗത്തെക്കുറിച്ച് സംസാരിക്കാൻ മാത്രമാണ് രാഹുലിന് അനുവാദം നൽകിയിട്ടുള്ളതെന്ന ചെയറിന്റെ പരാമർശം പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ തനിക്ക് സംസാരിക്കാൻ ആരുടെയും അനുവാദം ആവശ്യമില്ലെന്ന മറുപടി നൽകിയ രാഹുൽ ഇന്ത്യ ചൈന വിഷയം വീണ്ടും ഉന്നയിച്ചതോടെ ചെയർ ഇടപെട്ട് തടഞ്ഞ് അടുത്ത അംഗത്തെ സംസാരിക്കാൻ വിളിച്ചതോടെ പ്രതിപക്ഷം വലിയ പ്രതിഷേധമുയർത്തി. प्रश्नकाल तो माननीय सदस्यों का समय होता है, उसमें माननीय सदस्य प्रश्न उठाते हैं. ചെയറിന് നേരെ പേപ്പറുകൾ കീറിയെറിഞ്ഞു. അംഗങ്ങൾ ലോക്സഭാ സെക്രട്ടറി ജനറലിന്റെ മേശപ്പുറത്ത് കയറി. കിരൺ റിജിജുവിന്റെ പ്രമേയം അംഗീകരിച്ച് ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ് തുടങ്ങി 8 അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തു. നടപടി നേരിട്ട അംഗങ്ങൾക്കൊപ്പം രാഹുൽ ഗാന്ധി സഭാ കവാടത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ചതിനാണ് സസ്പെൻഷനെന്നും നയതന്ത്രപരമായ വിഷയങ്ങൾ മറച്ചുവെക്കുകയാണ് കേന്ദ്രമെന്നും MP-മാർ ആരോപിച്ചു. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും അത് കാതോർത്തിരിക്കുകയാണ്. എന്താണ് രാഹുൽ ഗാന്ധിക്ക് പറയാനുള്ളത്? അത് പറയാൻ വേണ്ടി സമ്മതിക്കാത്തത് തീർച്ചയായിട്ടും ഈ സർക്കാരിന് ഗുരുതരമായ ചില നയതന്ത്ര വിഷയങ്ങൾ മറച്ചു വെക്കാനുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നിരന്തരമായി ഈ വിഷയം ശ്രീ രാഹുൽ ഗാന്ധി ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷാംഗങ്ങൾ നാളെ രാവിലെ സഭാ കവാടത്തിൽ പ്രതിഷേധിക്കും. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.